ഈ പ്രാവശ്യത്തെ കൺവെൻഷനിൽ കർത്താവിൻ്റെ മടങ്ങിവരവിനോട് ബന്ധപ്പെട്ട ഒരു ചിന്താവിഷയമാണല്ലോ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതും. അതിനോടുള്ള ബന്ധത്തിൽ എനിക്ക് ലഭിച്ചിരിക്കുന്നത് പ്രാർത്ഥന എന്ന വിഷയമാണ്. പ്രാർത്ഥനയുടെ പ്രവൃത്തി. ഞാൻ വരുവോളം പ്രവർത്തിക്കുവീൻ എന്നതിൽ കർത്താവിൻ്റെ വരവും പ്രാർത്ഥനയും അഥവാ സുവിശേഷവേലയും പ്രാർത്ഥനയും എന്നൊക്കെ വേണമെങ്കിൽ അതിനെ തിരിക്കാം. കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയ്ക്കുള്ള പ്രസക്തി എന്ന നിലയിലും നമുക്കതിനെ ചിന്തിക്കാം. പേരെന്തുമാകട്ടെ, അതിൽ നിന്ന് ഒരു സന്ദേശത്തിനായി നമുക്ക് ഒരു നിമിഷം പിന്നെയും പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവസന്നിധിയിൽ കണ്ണുകൾ അടച്ച് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നിരാത്രിയിൽ ഒരു ദൂതിനു വേണ്ടി പ്രാർത്ഥിച്ചാട്ട്. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങൾക്കിങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമ്മേളനവും കൂടി ഈ ഭൂമിയിൽ തന്നതുകൊണ്ട് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നതിനാൽ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും അങ്ങ് ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്നതിനാൽ സ്തോത്രം. കർത്താവ് എന്തു പറയാൻ ആഗ്രഹിക്കുന്നുവോ അത് പറയുവാനുള്ള കൃപ നൽകണമേ. കർത്താവ് പറയുന്നത് കേൾക്കുവാനും അത് മനസ്സിലാക്കുവാനും അതനുസരിക്കുവാനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. അങ്ങയുടെ ഹിതം ഞങ്ങളിൽ നിറവേറട്ടെ. അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഒരു വചനം ഞാൻ ആദ്യം വായിക്കുന്നു. അത് 1 പത്രോസ് 4:7 എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരും ആയിരിപ്പീൻ. ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു. എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പീൻ. അവസാനം സമീപിച്ചിരിക്കുന്നതിനാൽ പ്രാർത്ഥനയിൽ ഒരു വ്യത്യാസം വരുത്തുവീൻ എന്നല്ലേ പത്രോസ് ഉദ്ദേശിക്കുന്നത്? എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നത് കൊണ്ട് പ്രാർത്ഥിക്കുവീൻ എന്നല്ല, പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരാകുവീൻ. മാത്രമല്ല നിർമ്മതർ ആയിരിപ്പീൻ. സാധാരണഗതിയിൽ പ്രാർത്ഥനയ്ക്ക് നമ്മെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങളാണ്. അല്ലെങ്കിൽ നമ്മൾ കേട്ട ഏതെങ്കിലും സങ്കടകരമായ വാർത്തകളാണ്. ഇപ്പോൾ ഒരിടത്തൊരു അപകടമുണ്ടാകുകയോ ഒരാൾ പെട്ടെന്ന് രോഗിയാകുകയോ ഒക്കെ ചെയ്തു എന്ന വാർത്ത ഒരുവിധം ആളുകളിലൊക്കെ പ്രാർത്ഥിക്കാൻ പ്രേരണയുണ്ടാക്കും. അതുകൂടാതെ പിന്നെ നമ്മെ പ്രാർത്ഥനാമുറിയിലോട്ട് വിടുന്നത്, പ്രാർത്ഥിക്കാനായി നമ്മുടെ ഉള്ളിൽ പ്രേരണ തരുന്നത് നമ്മുടെ ആവശ്യങ്ങളാണ്. എന്നാൽ ഇത് രണ്ടും ഇല്ലാതെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? നമ്മുടെ ഏതെങ്കിലും ഒരു ഭൗതിക ആവശ്യത്തിൻ്റെ പ്രേരണയ്ക്ക് വിധേയരാകാതെ, ഏതെങ്കിലും വൈകാരികമായ തിരത്തള്ളൽ ഉണ്ടാകാതെ പ്രാർത്ഥനയ്ക്കായി പോകാൻ പറ്റുമോ? അഥവാ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സമ്മർദ്ദത്താലും നിർബന്ധത്താലും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാലും പ്രാർത്ഥനാമുറിയിലേക്ക് പോകണം എന്നല്ലേ
പത്രോസ് ഇവിടെ ഉദ്ദേശിച്ചത്? ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കാം. എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നത് കൊണ്ട് പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരാകുവീൻ. പ്രാർത്ഥിക്കാൻ സുബോധം വേണോ? അതെ. മറ്റെഴുത്തുകളും മറ്റു വചനങ്ങളും കൂടെ ചേർത്ത് പഠിച്ചാൽ പ്രാർത്ഥനയ്ക്ക് വാസ്തവത്തിൽ സുബോധം വേണം. കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടും. ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥന. ഇതത്രേ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ പത്രോസ് ഓർമ്മപ്പെടുത്തിയത്. നമ്മളൊക്കെയും പ്രാർത്ഥനാ മുറിയിലേക്ക് പോകുന്നത് മിക്കവാറും നമ്മുടെ ആവശ്യങ്ങളുടെ സമ്മർദ്ദത്താലാണ്. അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ആവശ്യം തീർന്നാൽ പ്രാർത്ഥന തീരും. ഉദാഹരണത്തിന്, ഒരു വീടില്ലാത്ത ആള് വീട് കിട്ടുന്നവരെ പ്രാർത്ഥിക്കും. വീട് കിട്ടിയാൽ ആ പ്രാർത്ഥന നിന്നുപോകും. ഒരു വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആള് വിവാഹത്തോടുകൂടി ആ പ്രാർത്ഥന തീരും. ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആള് ഒരു കുഞ്ഞിനെ കിട്ടുമ്പോൾ ആ പ്രാർത്ഥന തീരും. ഒരു ജോലിക്ക് വേണ്ടിയോ ഒരു വാഹനത്തിന് വേണ്ടിയോ ഉള്ള പ്രാർത്ഥനയും ആവശ്യങ്ങൾ സന്ധിച്ചു കഴിയുമ്പോൾ നിന്നുപോകും. എന്നാൽ അതിനപ്പുറത്ത് പിന്നെയും പ്രാർത്ഥന തുടരണമെങ്കിൽ അത് വേറെ ഏതെങ്കിലും ആത്മാവിനാലുള്ള പ്രേരണയാലുള്ള ഒരു പ്രാർത്ഥന ആയിരിക്കണ്ടേ? രോഗം നിമിത്തം പ്രാർത്ഥിക്കാൻ പോകുന്നയാള് രോഗം തീരുമ്പോൾ പ്രാർത്ഥന തീരും. ആവശ്യഭാരങ്ങളാൽ പ്രാർത്ഥിക്കാൻ പോകുന്നയാള് ആ ബുദ്ധിമുട്ട് തീരുമ്പോൾ ആ പ്രാർത്ഥനയും തീരും. എന്നാൽ ഒരാവശ്യവുമില്ലാതെ തന്നെ പ്രാർത്ഥനാ മുറിയിലേക്ക് പോയ ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. പൈസയ്ക്ക് വേണ്ടിയോ വീടിന് വേണ്ടിയോ രോഗസൗഖ്യത്തിന് വേണ്ടിയോ അല്ലാതെ, കുറച്ചുകൂടെ പറഞ്ഞാൽ എന്തിനാണെന്ന് പോലും അറിയാതെ ദൈവാത്മാവിനാൽ പ്രേരിതരായി പ്രാർത്ഥനാ മുറിയിലേക്ക് പോയ ആളുകൾ ദൈവസഭയിൽ ഉണ്ട്. ദൈവാത്മാവ് അവരെ പ്രാർത്ഥനയ്ക്കായി വലിച്ചു കൊണ്ടുപോകുന്നത് അവർക്കറിയാം. വാസ്തവത്തിൽ അതാണ് സുബോധത്തോടെയുള്ള പ്രാർത്ഥന, ആത്മാവിലുള്ള പ്രാർത്ഥന. ആകയാൽ പ്രിയരെ, ഭൗതിക വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട എന്നല്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഭൗതിക വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഭൗതിക വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലാതെ പിന്നെ എന്താ ചെയ്യുക? ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഇന്നും പ്രാർത്ഥിക്കാം, നാളെയും പ്രാർത്ഥിക്കാം. എന്നാൽ അതിനപ്പുറത്തേക്ക് കടന്ന് പ്രാർത്ഥിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ നമുക്ക് തരുന്നത്. ഈ വിഷയത്തിൽ നമുക്ക് മാതൃകയാക്കാവുന്നത് കർത്താവായ യേശുവിനെ തന്നെയാണ്. കർത്താവായ യേശുവിന്റെ പ്രാർത്ഥന നാം ശ്രദ്ധിച്ചാൽ നമ്മുടെ പരാജയം നമുക്ക് മനസ്സിലാകും. ആയതിനു വേണ്ടി ആദ്യമേ ഞാൻ വായിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ്. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പറയേണ്ടത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനംപ്രതി തരണമേ. ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് കടംപെട്ടിരിക്കുന്ന ഏവരോടും ഞങ്ങൾ ക്ഷമിക്കുന്നു. ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ, ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. വളരെ പരിചിതമായ ഈ തിരുവചനത്തിൽ യേശു പഠിപ്പിച്ച
ഒരു പ്രാർത്ഥനയാണ് കാണുന്നത് എങ്കിലും അതിനു മുമ്പ് യേശു പ്രാർത്ഥിക്കുന്നത് കാണാം.